അപ്പോൾ നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി രാത്രിയോടെ അവിടെ എത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തലസ്ഥാനം. സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനവും വിഴിഞ്ഞവുമൊക്കെ. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്താണ് തിരുവനന്തപുരം നഗരത്തിലെ സുരക്ഷാ സാഹചര്യങ്ങൾ എന്നതിപ്പോൾ വിശദീകരിക്കും. അജീഷ്, പ്രധാനമന്ത്രി രാത്രിയിൽ എപ്പോഴാണ് എത്തുന്നത്? അദ്ദേഹം രാജ്ഭവനിലാണ് തങ്ങുന്നത്. ഇന്ന് വൈകിട്ടും നാളെയുമുള്ള പരിപാടികൾ ചുരുക്കത്തിൽ. വിജയകുമാർ, ഇന്ന് രാത്രി 7:50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് അദ്ദേഹം നേരെ പോകുന്നത് രാജ്ഭവനിലേക്കായിരിക്കും. അവിടെ അദ്ദേഹം വിശ്രമിക്കുന്നത്. ഇന്ന് മറ്റ് പൊതുപരിപാടികളൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല. നാളെ രാവിലെ 10:15 തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോകും. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം അവിടുത്തെ ഷിപ്പ് MSCയുടെ ഒരു ഷിപ്പുണ്ട്, ആ ഷിപ്പിനെ സ്വീകരിക്കും. അതിനുശേഷം അവിടുത്തെ ബെർത്തും ഓപ്പറേഷണൽ ഏരിയയൊക്കെ കണ്ട് നടന്ന് അത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും 11 മണിയോടുകൂടി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. ഒപ്പം ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും സംസ്ഥാന BJP അധ്യക്ഷനടക്കമുള്ളവർ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും. 11 മണിക്ക് കമ്മീഷനിങ് പൊതുചടങ്ങ് തുടങ്ങും. പൊതുചടങ്ങിന് ശേഷം 11:45 അവിടുന്ന് തിരിക്കുന്ന ഗവർണർ നേരെ ഹെലിപാഡിലെത്തും. അവിടുന്ന് നേരെ ഹൈദരാബാദിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാനത്ത് പലതരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയെ ഈ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാൻ റോഡ് മാർഗമൊക്കെ ഒരു ആൾട്ടർനേറ്റീവായി ആലോചിച്ചിരുന്നെങ്കിൽ പോലും സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് എത്താൻ തീരുമാനിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തുടർച്ചയായി 6 ദിവസം തിരുവനന്തപുരത്ത് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. കൂടാതെ പഹൽഗാം ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ യാത്ര ഇങ്ങനെ ക്രമീകരിക്കാൻ തീരുമാനിച്ചത്. SPGയുടെ മേൽനോട്ടത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണം നടത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പലതവണ വിഴിഞ്ഞത്തും ഈ പരിസരത്തുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. നാളെ രാവിലെ മുതൽ തന്നെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുന്നത് വരെ ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയാണ് 7:50 പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നത്. നാളെ 11 മണിക്കാണ് നമ്മുടെ എല്ലാം അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി രാത്രി 7:50 തിരുവനന്തപുരത്തെത്തും. രാജ്ഭവനിൽ അദ്ദേഹം തങ്ങും. നാളെ ഈ പരിപാടിയിൽ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നഗരം തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ സുരക്ഷാ വലയത്തിലാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്.